നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. തിരൂരങ്ങാടി നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചതായി നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി. മാലിന്യ പ്രശ്നമടക്കം ചർച്ച ചെയ്യാൻ ചേർന്ന കൗൺസിൽ യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു ചെയർമാൻ. അതേസമയം യോഗത്തിൽ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം വെഞ്ചാലിയിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നഗരസഭ ജോയിന്റ് ഡയറക്ടറുടെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സംഘം പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് ഗുരുതര അപാകതകളും കണ്ടെത്തിയിരുന്നു. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശക്തമായ മഴയ്ക്കിടയിലും വെഞ്ചാലിയിലെ കേന്ദ്രത്തിൽ തുറസായ സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയാണെന്നും സംഘം കണ്ടെത്തിയിരുന്നു. മാലിന്യങ്ങൾ കയറ്റി അയക്കുന്നത് വൈകിയതോടെ വലിയ മാലിന്യ കൂമ്പാരമാണ് വെഞ്ചാലിയിൽ ഉള്ളത്. മാലിന്യ കേന്ദ്രത്തിലും പുറത്തും അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ആരോഗ്യ ഭീഷണിയുണ്ടെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. ഇതേ തുടർന്നാണ് നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നത്. യോഗത്തിൽ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. വെഞ്ചാലിയിലെ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചതായി നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി പറഞ്ഞു. മാലിന്യം ശേഖരിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാൻ വൈകിയത് കരാറുകാർ മാറിയതുകൊണ്ടാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിനാൽ പുതിയ കരാറുകാരനെ നിയമിക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് മാലിന്യം കുമിഞ്ഞുകൂടാൻ കാരണമായതെന്നും മാലിന്യം നീക്കം ചെയ്യുന്നതിനായി അടിയന്തര നടപടി എടുത്തതായും ചെയർമാൻ പറഞ്ഞു. മാലിന്യം കെട്ടിക്കിടക്കും, മാലിന്യം പുറത്തല്ല കെട്ടിക്കിടക്കുന്നത്. മാലിന്യം നിക്ഷേപിക്കാനുണ്ടാക്കിയ ക്യാമ്പസിനകത്താണ് വലിയ സജ്ജീകരണങ്ങളോടുകൂടി വിശാലമായ ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെയാണ് മാലിന്യം സൂക്ഷിക്കേണ്ടത്. മാലിന്യം സൂക്ഷിക്കുകയും അത് നീക്കം ചെയ്യുകയും ചെയ്യണം തരംതിരിവുകൾ കഴിഞ്ഞ്. അതിനിടയിൽ നേരത്തെ വന്നതുപോലെയല്ല ഇപ്പോൾ ഒഴുക്കാണ്. എങ്ങനെ ഈ ഒഴുക്ക് കൂടാൻ കാരണം എന്ന് വെച്ചാൽ യൂസർ ഫീ നിർബന്ധമാക്കിയില്ലേ, അതോടുകൂടി വീട്ടുകാരൊക്കെ പൈസ കൊടുക്കാൻ തുടങ്ങി. പൈസ കൊടുക്കുന്നതോടുകൂടി മാലിന്യങ്ങൾ മുഴുവൻ ശേഖരിക്കേണ്ടി വന്നു. 37 കർമ്മസേനാ ഭടന്മാർ നിത്യേന ശേഖരിക്കുന്ന മാലിന്യം കെട്ടിക്കിടക്കുന്നിടത്തേക്ക് എത്താൻ തുടങ്ങി. മാലിന്യം അവിടുന്ന് നീക്കം ചെയ്യാൻ വേണ്ടി കരാറെടുത്ത കമ്പനി കാലാവധി വരെ അത് നടത്തിക്കൊണ്ടുപോയി. അവരുടെ കാലാവധി തീരുന്നതോടുകൂടി പുതിയ എഗ്രിമെൻറ്റ് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കാലം പ്രഖ്യാപിച്ചല്ലോ. ആ ഉത്തരവ് വന്നതോടുകൂടി മറ്റു നടപടിയിലേക്ക് കടക്കാൻ പറ്റാതെയായി. എന്നിട്ടും അവർക്ക് കൊടുക്കാനുള്ള ബാലൻസ് നമ്മൾ കൊടുക്കാൻ മാറ്റിവെച്ചു. പദ്ധതി പൂർത്തീകരിക്കുന്നതിന് തടസ്സമായി വന്നത് മാലിന്യം കെട്ടിക്കിടക്കുന്നു എന്നതാണ്. മാലിന്യം കെട്ടിക്കിടക്കുന്നതിന് ക്യാമ്പസിൽ തന്നെയാണ്, പുറത്തൊരു പാക്കറ്റ് പോലും ഇട്ടിട്ടില്ല. മാലിന്യം സ്റ്റോക്ക് ചെയ്യാനും തരംതിരിക്കാനും എന്നിട്ട് നീക്കം ചെയ്യാനും ഏർപ്പെടുത്തിയിട്ടുള്ള വെഞ്ചാലിയിലെ ആ ക്യാമ്പസിലാണ് ഇപ്പോൾ മാലിന്യം വിശ്രമിക്കില്ല. അത് തരംതിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്, അത് നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ കാലാവധി കഴിഞ്ഞതോടുകൂടി പുതുക്കി കൊടുക്കേണ്ടതാണ്. അപ്പോഴേക്കാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ 3 മാസത്തെ കാലത്തെ ഇതിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ അടിയന്തരമായി തീരുമാനിച്ചത് സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് വെള്ളം കൊടുത്തിട്ട് പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ തീരുമാനിച്ചു. ചെയർമാൻ്റെ അധികാരം പരിഹരിച്ചിട്ട് അത് കൗൺസിൽ സഭ അംഗീകരിച്ചു. ആ കാര്യം വൃത്തി തിരുവനങ്ങാടി വളരെ ഭംഗിയായിട്ടാണ് കാര്യം നടത്തിയത്. പിന്നീട് സാങ്കേതികമായി ലോകബാങ്കിൻ്റെ ഒക്കെ പദ്ധതികളിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ മഴക്കാലം അതിൻ്റെ ഇടയിൽ വന്നു, കാലവർഷം എല്ലായിടത്തും വരില്ലേ. പക്ഷേ ഞങ്ങൾക്കുള്ള പ്രത്യേകത വെച്ചാൽ ടൗണുകളിലോ ഗ്രാമങ്ങളിലോ വീട് പരിസരത്തോ വിദ്യാലയങ്ങളിലോ ആശുപത്രി പരിസരത്തോ ഒന്നും ഞങ്ങളുടെ മാലിന്യം കെട്ടികൾ എവിടെ മാലിന്യം ഉണ്ടാകും മുഴുവൻ കൊടുത്തിട്ട് ഈ മൈതാനത്തേക്ക് തട്ടുകയാണ്.